കൈക്കാരന്മാരെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഇടവകാംഗങ്ങളായ ശ്രീ MM ജോസഫ് കവടിയാങ്കുന്നേൽ, ശ്രീ ജോർജ് കുട്ടി ഇല്ലിക്കൽ എന്നിവർ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവരെ ഈ വേദിയിൽ വെച്ച് ഇന്ന് ആദരിക്കുകയാണ്. ചെറുകഥാ മത്സരത്തിലും 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ നടത്തിയ ചെറുകഥാ മത്സരത്തിൽ A ഗ്രേഡോടുകൂടി 2ാം സ്ഥാനവും ലഭിച്ച ശ്രീ ജോർജ് കുട്ടി ഇല്ലിക്കൽ, ജോസ് കുട്ടി ഇല്ലിക്കലിനെ ഇടവക ആദരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഉപകാരം സ്വീകരിക്കുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം ഇടയ്ക്കോലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. വ്യക്തിത്വ വികസനത്തിനായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സൺഡേ സ്കൂളിലെ ഹൗസ് ലീഡേഴ്സ് എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരിക. ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്ന് ഹൗസ് ലീഡേഴ്സ് എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരിക. ഉണ്ണീശോയ്ക്ക് എഴുത്ത് 1ാം സ്ഥാനം മീനും ബെന്നി കുളക്കാട്ട് വലിക്കൽ. മുട്ടയില്ല. 2ാം സ്ഥാനം വിറ്റൽ സണ്ണി ഇഞ്ചനാനിയിൽ. കരോൾ ഗാന മത്സരം അത് നമ്മുടെ ഇടവകാംഗമായ കണ്ണമ്പാലയ്ക്കൽ കുടുംബക്കാർ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. K. അബ്രാഹം കണ്ണമ്പാലയ്ക്കൽ വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. 1ാം സ്ഥാനം ബ്ലസ് അൽഫോൻസ ഹൗസ്. മുട്ടായി കൂടെ. 2ാം സ്ഥാനം ബ്ലസ് കുഞ്ഞച്ചൻ ഹൗസ്. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ കുർബാനയ്ക്ക് ശേഷം പള്ളിമറ്റ് നടത്തിയ ക്രിസ്മസ് പപ്പ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ബ്ലസ് മറിയം ത്രേസ്യ ഹൗസാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് K. ജോസഫ് വർലിക്കരയുടെ സ്മരണയ്ക്കായി ബേബി ജോസഫ് വർലിക്കര ഏർപ്പെടുത്തിയതാണ്. മുട്ടായി 2ാം സ്ഥാനം ബ്ലസ് അൽഫോൻസ് ഹൗസ്. പുൽക്കൂട് മത്സരം മത്തായി പുളിയാർമറ്റത്തിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. 1ാം സ്ഥാനം ബ്ലസ് മറിയം ത്രേസ്യ ഹൗസ്. 2ാം സ്ഥാനം 2 ഹൗസുകാർ പങ്കിട്ടിരിക്കുകയാണ്. 2 ഹൗസുകാരും കൂടെ വരിക. പ്ലസ് ചാവറ ഹൗസ്, പ്ലസ് കുഞ്ഞച്ചൻ ഹൗസ്. 2 ഹൗസുകാരും കൂടെ വരിക.
പ്രോത്സാഹന സമ്മാനം അതിന് കൊടുക്കുകയാണ്. ബ്ലസ് അൽഫോൻസ് ഹൗസ്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ വാശിയേറിയൊരു മത്സരമായിരുന്നു നക്ഷത്ര മത്സരം. ഈ മത്തായി പുളിയാർമറ്റത്തിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പുത്രൻ ജോസ് പുളിയാർമറ്റം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പാണ്. +2 പരീക്ഷയിൽ ഈ ഇടവകയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിക്കും സൺഡേ സ്കൂളിൽ 12ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിക്കുമാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. +2 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ജെയിൻ രാജു ചെങ്ങാങ്കൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വന്ന് ആ സമ്മാനം വാങ്ങാവുന്നതാണ്. സൺഡേ സ്കൂളിൽ 12ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് ചിഞ്ചു ബേബി നെല്ലിക്കാട്ടിൽ. സൺഡേ സ്കൂളിൻ്റെ വിവിധ കലാമത്സരത്തിൽ കൊടുത്ത സമ്മാനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ നടന്ന ചെണ്ടമേള മത്സരത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ പ്രസിഡന്റുകളുടെ എല്ലാവരുടെയും തീരുമാനപ്രകാരം ഫസ്റ്റ് പ്രൈസ് മുട്ടം സുര ആൻഡ് ടീമിന് കൊടുക്കുകയാണ്. മുട്ടം സുരയെ ക്ഷണിച്ചോളുന്നു. ശ്രീസായി കലാസമിതിയുടെ പ്രതിനിധിയെ ക്ഷണിച്ചോളുന്നു. കൊച്ചിൻ സരസ്വതി അവതരിപ്പിക്കുന്ന ഗാനമേളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കൊണ്ടാണ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായിയുടെ തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾക്കിവിടെ ഒരവസരം ഒരുക്കുന്ന പള്ളിയിലെ വികാരിയച്ഛനും പ്രസിഡന്റുമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും കൊച്ചിൻ സരസ്വതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് അറിയിക്കുന്നു. നമസ്കാരം പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും കൊച്ചിൻ സരസ്വതി ചോക്ലേറ്റ് ഗാനമേളയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തോടുകൂടി ഞങ്ങളുടെ എളിയ ഗാനമേള തുടങ്ങട്ടെ. നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണ് ദൈവം. ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണ് ദൈവം. പാതകളിച്ചു മരുവിൽ മക്കൾക്കു മഞ്ഞ പൊടിച്ചു എരിവെയിലിൽ
സീനായി മാമലമുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേ ചെങ്കടലിൽ നീയെന്നു പാത തെളിച്ചു മറുകിൽ മക്കൾക്ക് വന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമാ സീനായി മാമലമുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേ ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യദൈവമാർഗമാണ് ദൈവം അവതരിച്ചു മഹിയിൽ ജീവിതം ബലി കഴിച്ചു തിരുനീളവും ദിവ്യഭോഗ്യവുമാ ഈ ഉലകത്തിൽ ജീവന വഴിയും സത്യവുമായവനെ നീ തിരുനാമം വാഴ്ത്തുന്നു മനുജനഭൂമിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിടവും ദിവ്യഭോഗ്യവുമാ ഈ ഉലകത്തിൻ ജീവനാ വഴിയും സത്യവുമായവനെ തിരുനാമം വാഴ്ത്തുന്നു ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യദൈവമാർഗമാണ് ദൈവം ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായി തവളകൾ പതിവായി കരയുന്ന നരവരം ഓർമ്മയിൽ കണ്ടു വെയിലേറ്റുവാടുന്ന ചെറുനികൾ തേടുന്ന നനലുന്നതും ഞാൻ കണ്ടു തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും
പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ തിരപൊഴുകും നാടെന്നെ തിരികെ വിളിക്കുന്നു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും പോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടി കൊട്ടും പാട്ടായി ഞാനും തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടി കൊട്ടും പാട്ടായി ഞാനും മഴമുരുകി പാടുന്ന പാട്ടിൽ മറുപക്ഷി ഇടയുന്ന ചിറകുച്ച കേട്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായി തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു വെയിലേറ്റുവാടുന്ന ചെറുനികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും Bin Laden என்ன சொல்ற பாரு
ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അതൊന്നു വേണ്ടേ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അതൊന്നു വേണ്ടേ അതൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ പഞ്ചസാരയാവാ നിന്റെ നെഞ്ചിലെ തപ്പുമുട്ടുമായി എന്നും എന്റെയാവാ ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ എന്തുമാത്രമെന്നാഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അതൊന്നു വേണ്ടേ അതൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടെടുത്തു നീ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ നാണനങ്ങളിൽ മൂളുവാൻ കൈത്താളമിട്ടൊന്നു പാടുവാൻ ലാളനങ്ങളിൽ മൂളുവാൻ കൈത്താളമിട്ടൊന്നു പാടുവാൻ എത്ര വട്ടമെൻ കാൽച്ചിലങ്കകൾ മെല്ലെ കുഞ്ചിയെന്നു എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അതൊന്നു വേണ്ടേ അതൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അതൊന്നു വേണ്ടേ അതൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ താങ്ക് യു செவப்பாக இருப்பாக கோபப்படமா அலறு அலறு கனவிழுக்கலாமா எறும்பு போல உதடு உனக்கு அந்த செருட்டு போல செருக்கு எனக்கு மூவியில எத்தனை
பூவை இருக்கு பூ போட்டு பாவாடைய எனக்கு இருக்கு ஆமா ஆஹா ஆஹா இவ காதல் இப்போ ஜோலியதான் காட்டுதமா കലാരൂപങ്ങളുടെ ഈ നാടാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിൽ നമ്മൾ ഒട്ടേറെ കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. നിങ്ങളിരിക്കുന്നവരുടെ കൂട്ടത്തിലും നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ട് എന്ന് എനിക്കറിയാം. ഈ കലകളുടെ എല്ലാം ആദ്യം എന്നോണം നമ്മൾ കേട്ടിട്ടുള്ളത് പണ്ട് പാടത്ത് പണിയെടുക്കുന്നവർ അധ്വാനഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി പാടിയിട്ടുള്ള നാട്ടറി പാട്ടുകൾ അഥവാ നാടൻ പാട്ടുകളിലൂടെയാണ്. ആദിപിറന്ന മുത്തപ്പന്മാരെ കുലം പിറന്ന മുത്തിമാരെ എങ്ക കറുവുമില്ലേ തിരുവുമില്ലേ എങ്ക കറുവുമില്ലേ തിരുവുമില്ലേ 4 കോടി 42 ഈശ്വരന്മാര് വന്നു തുണയായിരുന്നു കൊള്ളണം എന്റെ പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാര് വന്നു തുണയായിരുന്നു കൊള്ളണം എന്റെ പനപ്പൂപ്പന്മാരെ. പള്ളിപാട് ഭദ്രാവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ല ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ. പള്ളിപാട് ഭദ്രാവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ല ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ. നിന്റെ ഞാനും മറന്നിന നല്ലച്ഛനെ മറന്നിന മറനീടിന ശ്രീധന മുതലും തരിക വേണം അങ്ങനെ. പിന്നീട് നമുക്കറിയാം കലകളെല്ലാം സമ്മേളിച്ചിട്ടുള്ളത് ക്ഷേത്രകലകളിലാണ്. ഓട്ടം തുള്ളൽ, ചാക്യാർ കൂത്ത്, കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നിങ്ങനെ. അതിൽ ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം പുരാണകാല കഥകളെടുത്തുകൊണ്ട് വർത്തമാനകാല സംഭവങ്ങളെല്ലാം കൂട്ടിയിണയ്ക്കുന്ന കഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാക്യാർ കൂത്ത് ഭയപരിശുദ്ധന്മാരായിരിക്കുന്ന വല്ലഭന്മാരായിരിക്കുന്ന ഈ പാഞ്ചാലി സ്വയംവരത്തിന് എന്താ അവിടെ നടക്കണതല്ലേ? പാഞ്ചാലി സ്വയംവരല്ലേ? സംഘാട ആരാധികളെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? രാമനെ തീറ്റില്ല എന്നാ പറയുന്നത്. വീരശൂര പരാക്രമിയും വില്ലാളി വീരനാട്ടിലെ രാമനെ തീറ്റില്ല. പിന്നെ ആരായിരിക്കണത് തലയിൽ തോർത്തിട്ട്? രാമനല്ലേ? എന്തോ ഒരു ഇരിപ്പാണെന്ന് നോക്കിയാൽ മഞ്ഞൊക്കെ കൊണ്ട് വിഷമിച്ചുട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ സൈഡിൽ അങ്ങനെ തിങ്ങിയിട്ടുണ്ട്. എന്താ പറയണതല്ലേ? പണ്ട് ചെറുപ്പക്കാരുള്ള രാജാക്കന്മാർ നമുക്ക് എന്താ പറയണത്? എത്ര കാലമായി കണ്ടിട്ട് ഇവിടെ കണ്ടോ സുഖമല്ലേ? എന്നാ ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ തിരിച്ചു പോണില്ലേ എന്നൊക്കെയാ ചോദിക്കണത്. ഇന്ന് കണ്ട എന്താ ചോദിക്കണത്? ആദ്യം ചോദിക്കണത് വേറൊന്നുമില്ല, ഹാൻസ് ഉണ്ടോ കയ്യില്?
എന്നിട്ടാണ് അവർ സംസാരം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിലും അത്ര യേശുകളത്ര മിത്രാദികളത്ര എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ വാക്കൊക്കെ പറഞ്ഞ ചാക്യാർക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഒരു വിശേഷം ഉണ്ടോ, വേറെ ഒന്നുമല്ല, ചാക്യാർക്ക് സന്തോഷമുണ്ട്. ഈ കൊച്ചിൻ സരസ്വതി അപ്പോൾ ഇവിടെയൊക്കെ വരാൻ കഴിഞ്ഞാൽ, ഈ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലും ചാക്യാർക്ക് വളരെയധികം സന്തോഷമുണ്ടോ, ചാക്യാർ ആ സന്തോഷം അറിയിക്കാനുണ്ടോ എന്നാൽ നമുക്കറിയാം. ഇന്ന് കാണുന്നത് നമ്മൾ കോമഡിയിലൂടെ ആണ് അദ്ദേഹത്തെ കാണുന്നത്, അങ്ങനെ കോമഡിയിലൂടെ എത്തുന്ന ജനാർദ്ദനാണ്. അയ്യോ എന്റെ പൊട്ട് കർത്താവ്, ഈ കോൺട്രാക്ടർ പറഞ്ഞതൊക്കെ പറഞ്ഞ ഞാനടക്കം മഹാതാറുകള് ദേ കണ്ടില്ലേ, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി വെച്ചത് അതും തകർത്തു. അതെ അതെ, കയ്യടി പോരാട്ടോ, നന്നായിട്ട് കയ്യടിക്ക്. പിന്നീട് നമുക്കറിയാം ഒരിടക്കാലം കൊണ്ട് മലയാള സിനിമയിലേക്ക് വന്നു, ഒട്ടേറെ നല്ല നല്ല വേഷങ്ങൾ ചെയ്തു. എന്നാൽ ഇടക്കാലം കൊണ്ട് തന്നെ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ നടനായിട്ടുള്ള ശ്രീ NF വർഗീസ്. ആരാണ് നിന്റെ തല്ലേ? ആണ്ടവരതോ സേഡ്ജിയോ? ആരായാലും തല്ലിയതല്ല, ബൂട്ടിന്റെ കാല് കൊണ്ട് ചവിട്ടിയതാ. അന്ന് നീ എന്നോട് പറഞ്ഞു അപ്പന്റെ കാലിയെന്ന് നഖം വെട്ടിത്തരാതും ചവിട്ടിയെന്ന് പൂട പറിച്ചരാതൊക്കെ. എന്നിട്ടെന്തായി? പിന്നീട് നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ലേലം എന്ന ചിത്രത്തിൽ സിദ്ദിഖിനെ കൊണ്ട് കെട്ടിയിട്ട് ഇടിക്കുന്ന സമയത്ത് ഇദ്ദേഹം മദ്യവെച്ച് വരുന്ന രംഗമുണ്ട്. അങ്ങനെ മദ്യവെച്ചെത്തുന്ന NF വർഗീസ്. എന്നിട്ട് എന്ത് തീരുമാനിച്ചതാളുകള്? ഇത്രയും നാളെ ചാക്കോച്ചിയുടെ താങ്ങി ഇറന്നിട്ട് ഇവന് കിട്ടിയൊരു വിധിയെ കഷ്ടം. സൺഡേ എല്ലാം പറഞ്ഞ് ഇനി വാക്കുകൊണ്ടോ കൂടെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയുടെ പൊന്നു പോലെ. കണ്ട ഇവന്റെ ഇമാതിരിയുള്ള ബോണ്ട കാണുമ്പോൾ കൊടുക്കട ബേബി 2 എണ്ണം അല്ല പിന്നെ. പിന്നീട് വരുന്ന സിനിമാ താരം ആദ്യകാലത്ത് വില്ലനായിരുന്നു, വില്ലൻ വേഷങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഇദ്ദേഹം കോമഡിയിലേക്ക് കടന്നു വരുന്നത് കിരീടം ചെങ്കോൽ എന്ന ചിത്രത്തിലൂടെ ഹൈദ്രോസ് എന്ന കഥാപാത്രത്തെ അനുസരണാക്കിക്കൊണ്ടാകുന്ന സിനിമാ താരം മറ്റാരുമല്ല ശ്രീ കൊച്ചിൻ ഹനീഫ. സേവക്കാരുടെ കൂട്ടോന്റെ കണ്ടുകൊടുക്കാൻ കാശ ഇതൊക്കെ ഉണ്ടാക്കുന്ന പന്തി അവിടെ തങ്ങ് ഇവിടെ പട ഇവിടെ പ്ലാവ് കടയക്കട പന്തി കുത്തിപ്പടത്തേക്കോട്ടാ അല്ല പിന്നെ. പിന്നീട് നമുക്കറിയാം മീശമാധവൻ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ദിലീപ് എല്ലാം ചേർന്ന് ജഗതിയെ കണി കാണിച്ചതിന് ശേഷം പിറ്റേ ദിവസം കടയിലേക്ക് വരുന്ന കൊച്ചിൻ ഹനീഫയെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കഴുത്തിലൂടെ ഡിസ്കും കഴുത്തിലൂടെ ഡയറിയൊക്കെ വെച്ചിരുന്ന കൊച്ചിൻ ഹനീഫ. പിള്ളേര് കണ്ടുകാണിച്ചും പറഞ്ഞു വേറാണ് ഒന്ന് കണ്ടക്കൊള്ളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടാ. അത് ശരി. അയ്യേ ഇതാണ്ടാ ഇതെന്താ ചന്തി എന്ന് പറഞ്ഞ കാരണ്ടാ കുണ്ടി എന്ന് പറഞ്ഞ പോലെ അല്ല പിന്നെ. പിന്നീട് നമുക്ക് പറയാം പഴയകാല സിനിമ എടുത്തുകാരൻ പഴയകാല നായകനായിട്ടുള്ള ശ്രീ സത്യൻ. അമ്മ ഞാനും അമ്മയുടെ മുഖം തന്നെയല്ലേ അമ്മ? ആരാത്? സർലയാണോ? കയറി വരൂ സർലെ, കയറി വരൂ. ഞാൻ നാളെ അമേരിക്കക്ക് പോവാണ് ചൂണ്ടയിടാൻ. നിനക്ക് ഞാൻ വലിയൊരു മീനെ കൊണ്ടുവരും, നത്തോലി. വരട്ടെ സർലെ. നമുക്കറിയാം നമ്മൾ രാജമാണിക്യം എന്ന സിനിമ കണ്ടു. ഒരു 10-30 വർഷം മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയതെങ്കിൽ അതിലെ നായകൻ സത്യനാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ലേ യവൻ പുലിയാണ് കേട്ടാ. ചെല്ലക്കിളി സാറല്ലേ, നിനക്കെന്തൊരു ജോലി? മുട കണ്ടാൽ ഇടപെടുവണ്ണ. പിന്നെ നമുക്കറിയാം സിനിമയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ചെന്നാൽ പണ്ട് ദൂരദർശനായിരുന്നു, ഇപ്പോൾ കേബിളുകളുണ്ട്, നിരവധി പരിപാടികളുണ്ട്. അതിൽ വാർത്താടിസ്ഥാന പരിപാടി എന്ന രീതിക്ക് നമ്മൾ കാണാറുള്ളത് നമുക്കറിയാം ഇന്ത്യ വിഷനിൽ വാർത്ത വായിക്കുന്ന നികേഷ് കുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ? പറയേണ്ടത് ഇങ്ങനെയാണ്. ഇത്തരമൊരു സംഭവമാണ് നടന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അത് നടന്നത് എന്നറിയതിനു വേണ്ടി ഞങ്ങളുടെ ലേഖകനായിട്ടുള്ള സന്തോഷുണ്ട്. സന്തോഷം എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം നടന്നിട്ടുള്ളത്? സന്തോഷിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഞങ്ങളുടെ ലേഖകനായിട്ടുള്ള കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ശ്രീ സുകുമാർ ആഴിക്കോട് സാർ സ്റ്റുഡിയോയിലുള്ള സാർ, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്? ഈ കേരളത്തിൻ്റെതെന്ന് പറയുന്ന ആധികാരികതയുടെ ഒരു രൂപമുണ്ട്. ഞാനത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പറയേണ്ടതുണ്ട്. പിന്നെ ഈ മഞ്ഞും തണുപ്പുമായതുകൊണ്ട് ചിലപ്പോൾ ശ്വാസം കിട്ടാതെ ഞാനിവിടെ വീഴും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നീട് നമുക്കറിയാം നമ്മൾ ഏഷ്യനെറ്റിൽ കാണാറുള്ള അണിയർ എന്ന പരിപാടി അവതരിപ്പിക്കുന്ന ഏലിയാസ് ബാബു. കഴിഞ്ഞ കാലത്ത് UDF ഗവൺമെന്റ് ഭരിച്ചപ്പോൾ പീഡനവുമായി വന്നത് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ്.
പിന്നീട് വന്ന LDF ഗവൺമെന്റ് കാലത്ത് പീഡനവുമായി ആദ്യമെത്തിയത് തന്ത്രിയാണ്. തൊട്ടു പിന്നാലെയാണ് LDF മന്ത്രിസഭയിലെ PJ ജോസഫ് ഉയർന്നു പൊക്കിയ വിമാനത്തിൽ വെച്ചെന്തോ കയ്യാങ്കളി കാണിച്ചുവെന്നത് പീഡനവുമായി വന്നത്. ഇതറിഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഒരു സന്ദേശം അയച്ചു, മന്ത്രിയായില്ലെങ്കിലും വേണ്ടില്ല, തന്ത്രിയായാൽ മതിയായിരുന്നു. പിന്നീട് നമ്മൾ കാണാറുള്ള പരിപാടിയാണ് ഏറ്റവും പോപ്പുലറുള്ള പരിപാടി എന്ന രീതിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടി നമ്മൾ കാണാറുണ്ട്. ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാനെത്തുന്നത് ഏഷ്യനെറ്റിലെ കണ്ണാടി എന്ന പരിപാടി അവതരിപ്പിക്കുന്ന TN ഗോപകുമാറാണ്. TN ഗോപകുമാർ ഐഡിയ സ്റ്റാർ സിംഗറുമായി. മാന്യ പ്രേക്ഷകർക്ക് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഞാൻ തന്നെ ആദ്യ ഗാനം വലിപ്പിച്ച് തുടങ്ങുകയാണ്. ഗംഗേ ഇനി പാടാൻ കഴിയില്ല, കാരണം ശ്വാസം കിട്ടാൻ വഴിയില്ല. തൊട്ടു പിന്നാലെ എത്തിയത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ സാറാണ്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ പാടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനും പാടുകയാണ്. പലവലല്ലൂയ പലവലല്ലൂയ, പിണറായി വന്നെന്നെ പള്ളു പറഞ്ഞേ വലവലല്ലൂയ, കോടേരി വന്നെന്നെ പള്ളു പറഞ്ഞേ വലവലല്ലൂയ, വലവലല്ലൂയ വലവലല്ലൂയ വലവലല്ലൂയ. പിന്നെ പറയാനുള്ളത് മറ്റൊന്നുമല്ല, എൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയായിരിക്കും. www.36jcv.com. തൊട്ടു പിന്നാലെ എത്തിയത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറാണ്. ഈ അതിവേഗം ബഹുദൂരം എന്നുള്ളത് കൊണ്ട് ഞാനും ഒരു പാട്ട് പാടുകയാണ്. കടുകിട്ട് വറുത്തൊരു കടക്കണ്ട് പഠിച്ചുണ്ട്, കുടിച്ചിട്ട് വലിക്കണ്ട് പിടിക്കപ്പണ്ട്, ഹരിച്ചിട്ടും കുടിച്ചിട്ടും ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഫോർമാറ്റ് അറിയാലോ, KPCC.com എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നാലെ എത്തിയത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ ലീഡറായിട്ടുള്ള കരുണാകരൻ സാറാണ്. സത്യത്തിൽ സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ഒരു തലോണയെങ്കിലും ഉണ്ടാകും എന്നാരോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ മുരളി പക്ഷേ എനിക്ക് തന്നത് തലോണയല്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ. ഈ ജുംബലക്ക ജുംബലക്ക എന്ന് പറഞ്ഞാൽ ഈ ഒലക്ക കൊണ്ടാണ് എൻ്റെ മകൻ മുരളി എന്നെ അടിച്ചത്. അപ്പോൾ എൻ്റെ ഫോർമാറ്റ് അറിയാലോ, www.kpcc അല്ല ncp.com. പിന്നീട് നമുക്കറിയാം, നമ്മൾ HBO സ്റ്റാർ മൂവീസ് പോലുള്ള ചാനലുകളിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ഇംഗ്ലീഷ് ഫിലിമുകളാണ്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ചിത്രം The neighbors begin down with you. Oh, what do we get to do? So, like, sound with you. Oh, no, speaking no, speaking down with you. No, what's the name? No, speaking down. Oh, what do you say in the kiss hand? Oh, no, speaking down, baby. No. നമുക്കറിയാം, ഇതിൻ്റെ മലയാള പരിഭാഷയായിട്ട് നമ്മൾ കിരൺ TV കാണാറുണ്ട്, അതുപോലെ തന്നെ അമൃത ചാനലിൽ കാണാറുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ മലയാള പരിഭാഷ. ആരുമില്ല ഇവിടെ? ആരായി ജനലമാലൊക്കെ തുറന്നിട്ട് പെട്ടെന്ന് അടയ്ക്കാൻ നോക്ക്, കൊതുക് കയറും. എന്താണ് ബോസ്? അടുത്ത് വരൂ. രാജാപീടിയുണ്ട് കയ്യിൽ. ഇതൊന്നുമില്ലാതെയാണോ വന്നിരിക്കുന്നത്? ചെന്ന് വാങ്ങി. പിന്നെ നമ്മൾ കാണാറുള്ള ചാനലാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലായിട്ടുള്ള ഡിസ്കവറി ചാനൽ. The neighbors begin down or see. The leaves begin down or see. The leaves begin down or see. ഇതിന്റെ മലയാള പരിഭാഷ നടത്തിയാൽ എങ്ങനെയായിരിക്കും? ഇത് ഒരു പക്ഷിയാണ്. അത് കൂട്ടം കൂട്ടമായി പറന്നു വരുന്നു. അതെന്തോ കൊത്തിത്തിന്നുന്നുണ്ട്. പിന്നെയും കൂട്ടം കൂട്ടമായി പറന്നു പോകുന്നത് കണ്ടോ? ഇതിന്റെ പേരാണ് കാക്ക. ഓക്കെ, നമുക്ക് വീണ്ടും പാട്ടിലേക്ക് കടന്നു വരാം. भैया हमारा हाल का है, निकले थे हम हलवा खाने, मुँह जल गया है, खाई के पान बनारस वाला
खाई के पान बनारस वाला खुल जाए बंदिय कन का ताला खाई के पान बनारस वाला खुल जाए बंदिय कन का ताला फिर तो ऐसा करे धमाल दीदी करते सबकी जान छोरा 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 गंगा किनारे वाला हो छोरा गंगा किनारे वाला हो खाई के पान बनारस वाला खुल जाए बंदिय कन का ताला चक्रे चक्रे
Thank you.